അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ജനകീയ പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചു. പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ആശാ വർക്കർമാർക്കിടയിൽ നിന്നും ഉയർന്ന അമർഷം ശമിപ്പിക്കാൻ ഓണറേറിയം വർദ്ധിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിലെ പ്രതിമാസ പെൻഷൻ 1600-നോടൊപ്പം 400 രൂപ കൂടി ഉയർത്തി പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ജനകീയ പ്രഖ്യാപനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. കേരളപ്പിറവി ദിനമായ നവംബർ 1-ന് പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്ത് ഇക്കാര്യം തീരുമാനിക്കുമെന്നും അന്ന് തന്നെ പ്രഖ്യാപനം നടത്തുമെന്നുമായിരുന്നു സൂചന. എന്നാൽ PM ശ്രീ വിഷയത്തിൽ വിവാദം കത്തി നിൽക്കുന്ന ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പ്രഖ്യാപനങ്ങൾ നടത്തി. പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം ഓണറേറിയം 21,000 ആക്കണമെന്ന സമരസമിതിയുടെ ആവശ്യം അംഗീകരിച്ചില്ല എങ്കിലും 1000 രൂപ കൂടി വർദ്ധിപ്പിച്ച ആശമാരുടെ ഓണറേറിയം 8,000 ആക്കി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ യുവക്കൾക്ക് സാമ്പത്തിക സഹായം, പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിലെ വർധന, നിർമ്മാണ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ കുടിശ്ശിക കൊടുത്തു തീർക്കൽ, അംഗനവാടി ടീച്ചർമാരുടെ വേതന വർധന, ഇങ്ങനെ നീളുന്നു പ്രഖ്യാപനങ്ങൾ. കേരളത്തിലെ എല്ലാ വാർഡിലും പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ സംസ്ഥാനത്താകെയുള്ള 19,470 ADSകൾക്ക് പ്രവർത്തന ഗ്രാന്റായി പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന പദ്ധതി ഇന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കും. പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കും. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചു. നെൽകർഷകർക്കും സഹായം. റബ്ബർ ഉൽപാദന ഇൻസെന്റീവ് പദ്ധതി പ്രകാരം റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 180 രൂപയിൽ നിന്നും 200 രൂപയാക്കി ഉയർത്തും. സർക്കാർ ജീവനക്കാർക്കും ആശ്വാസമാകുന്ന പ്രഖ്യാപനങ്ങളുണ്ട്. DA, DR കുടിശ്ശിക ഈ സാമ്പത്തിക വർഷത്തിൽ 2 ഗഡു നൽകിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം തന്നെ 1 ഗഡു DA, DR കൂടി അനുവദിക്കുന്നതായി പ്രഖ്യാപിക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ നടത്തിയ ജനകീയ പ്രഖ്യാപനങ്ങൾ വോട്ടായി മാറുമെന്ന കണക്കുകൂട്ടലിലാണ് സർക്കാർ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.